ജോസുട്ടിയേ ആരാ എന്താ വാതിലൊക്കെ തുറന്നിട്ട് വാ 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 വാസുട്ടി വാ വാ. അതേ വാ ഒരു കാര്യം പറയട്ടെ. എന്തേ? ജസ്റ്റിന്റെ അവിടെ ഇല്ല, അവള് പാർലറിലേക്ക് പോയല്ലോ. അയ്യടാ പറ്റിച്ചു. എന്താ വലിയ വായ്പ മേടിക്കാനാണോ? വായ്പ മേടിക്കാനൊന്നല്ല, ഞാനിന്ന് കുട്ടിയുടെ സ്കൂളിൽ മറ്റേ യൂത്ത് ബസ്സിൽ നടക്കണേ. ഏത് അച്ഛൻ്റെ? അച്ഛൻ്റെ അല്ലേ മറ്റേ അമ്മൂന്റെ. അപ്പൊ അവള് ഈ പ്രച്ഛന്ന വേഷത്തിന് വേണ്ടി ചേർന്നിട്ടുണ്ട്. അത് ശരി. അപ്പൊ ഞാനതിന് വേറൊരു ഏർപ്പാടൊക്കെ നോക്കി വെച്ചതാ. പക്ഷെ അത് ഞാൻ പൈസക്ക് എന്റെ കയ്യിൽ നിന്ന് ചെലവായി പോയി. അപ്പൊ എന്താ വെച്ചാൽ ഒന്ന് പോയി വേഷം കെട്ടിച്ചു കൊടുക്കണം. എന്ത് വേഷം? എന്തോ കൃഷ്ണന്റെ വേഷം അങ്ങനെ എന്തോ ആണെന്ന് പറയണു. അപ്പൊ ജെസ്സിയോട് പറഞ്ഞിട്ട് അതൊന്ന് ഏർപ്പാടായി കൊടുക്കും. അവള് പോയിപ്പോല്ല, താല്പര്യമുള്ള വിഷയമാണ്. ഞാൻ വിളിച്ചു നോക്കട്ടെ, സമയമുണ്ട് അവള് ചെയ്തു തരും. ഇവളോട് വലിയ താല്പര്യമാണ് മുന്നോടെ. എന്താണെന്നാ ബെല്ലൊന്ന് തീരട്ടടി. അതെ, ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചാണ്. നമ്മുടെ വാസൂട്ട മോളെ, ഇളയ മോളെ, അമ്മൂൻ്റെ സ്കൂളിൽ എന്തോ പ്രച്ഛന്വേഷം എന്തോ ഉണ്ട്. അപ്പൊ നീ ഒന്ന് ചെന്ന് മേക്കപ്പ് ചെയ്ത് കൊടുക്കോ? ഒന്ന് ചെയ്തു കൊടുക്കണം. എത്ര മണിക്കാണ്? ഒരു 2 മണി 3 മണിയൊക്കെ ആകുമ്പോഴേക്ക് ആണോ? ഒരു 2:30 3 മണിയാകുമ്പോ ഒന്ന് എത്താൻ പറ്റുമോ എനിക്ക് സ്കൂളില്? ഇല്ലേ? അല്ല അത് ആരെങ്കിലും ഇല്ല ഇല്ല ഇല്ല. ചോറ പറയാം. അതേ, 3 മണിക്ക് അവളൊരു കല്യാണത്തിന്റെ റിസപ്ഷൻ ആയിട്ടുണ്ട്. അപ്പൊ മണവാട്ടീനെ ഒരുക്കി കൊടുക്കണമെന്ന്. വേറെ ആരും പോയാൽ അവർക്ക് തൃപ്തിയുമല്ല. എന്ത് ചെയ്യും അപ്പൊ? അല്ല, കൃഷ്ണൻ തന്നെ വേണമെന്നുണ്ട്. വല്ല വേടനൊക്കെയാണ് വല്ല ചാരം വരി തേച്ചാൽ ഞാൻ ചെയ്തു തരാം. അതൊന്നും മതിയാവില്ല. ആണോ? എന്ത് ചെയ്യും? കുഴപ്പമില്ല, ഞാൻ വേറെ എന്തെങ്കിലും നോട്ടെ. വല്ല സ്കൂളിൽ കൊണ്ടുപോകണമെങ്കിൽ തിരിച്ചു വരണമെങ്കിലൊക്കെ എന്നെ വിളിച്ചാൽ മതി. ഞാൻ ബൈക്കിന് കൊണ്ട് ആക്കി തരാം. ഞാൻ അത് വേറെ വല്ല നോക്കട്ടെ. കപ്പടിച്ചേ അടിച്ചേ കപ്പടിച്ചേ അമ്മുകുട്ടിക്ക് കപ്പടിച്ചേ അടിച്ചേ കപ്പടിച്ചേ അമ്മുകുട്ടിക്ക് കപ്പടിച്ചേ 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 അമ്മുകുട്ടിക്ക് കപ്പടിച്ചേ അടിച്ചേ കപ്പടിച്ചേ അമ്മുകുട്ടിക്ക് കപ്പടിച്ചേ. ഇതെങ്ങനെ സംഭവിച്ചു? ഓള് രാവിലെ ഇങ്ങനെ ഇരിക്കണുണ്ടപ്പോ എനിക്ക് മനസ്സിന് ഒത്തിരി സമാധാനം ഉണ്ടായിട്ടില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു സ്കൂളിലേക്ക് പോവാന്ന്. ഓളുണ്ട് ഉച്ചയായിട്ട് എന്നെ വിളിച്ചിട്ട് അത് ഞങ്ങളൊന്ന് വേഗം വരിക്കൊരു വൈക്ക് പോവാണ്ട് എന്താണെന്ന് ചോദിച്ചിട്ട് പറയണില്ല. പിന്നീടല്ലേ മനസ്സിലായി ഇതാ കാര്യം. ഓ എന്റെ മല്ലിക അവിടെ ചെല്ലുമ്പോണ്ട് ബാക്കി പിള്ളേരൊക്കെ ഒരുങ്ങുന്ന, അച്ഛനും അമ്മയും എല്ലാരും ഒരുക്കവും ബഹളവും. അതിന്റെ ഇടയിൽ ഓൾ ഒറ്റക്ക് ഇരിക്കുകയാണ് ഒരു ഭാഗത്ത്. എനിക്ക് സഹിച്ചില്ല സത്യം പറഞ്ഞ. അവിടെ ഭാഗ്യത്തിനൊരു മേക്കപ്പ് മാൻ ഉണ്ടായിരുന്നു. മൂപ്പരോട് ഞാൻ പറഞ്ഞു ഓളൊന്ന് കൃഷ്ണനാക്കി കൊടുക്കൂന്ന്. ഭാഗ്യത്തിന് കിരീടം ഉണക്കൊല്ലൊക്കെ ഉണ്ടായിരുന്നു. അവസാനം ഒക്കെ ഫസ്റ്റും കിട്ടി. എന്താ എന്താ നിന്നോട് പറയാ? ഒന്നും പറയണ്ടോ, ഈ ചെയ്യേണ്ടതൊക്കെ തന്നെയാണ് ഞാൻ ചെയ്തത്. അതെ, വാസുട്ടിനോട് ജാതി കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. കുട്ടികളെ വെറുതെ അങ്ങോട്ട് സ്കൂൾക്ക് അങ്ങോട്ട് അയച്ചു വിട്ടാ പോരാ. അവരുടെ കഴിവുകളും കൂടി ഒന്ന് തിരിച്ചറിയണോ? അതന്നെ. ഇപ്പൊ ചെറിയ മനസ്സല്ലേ, ഓരോ മനസ്സ് ഇപ്പൊ മുരടിച്ചു പോയാ ഒരു സ്ഥലത്തും എത്തൂല. കപ്പടിച്ചേ കപ്പടിച്ചേ അമ്മുകുട്ടിക്ക് കപ്പടിച്ചേ അടിച്ചേ കപ്പടിച്ചേ അമ്മുകുട്ടിക്ക് കപ്പടിച്ചേ 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 അമ്മുകുട്ടിക്ക് കപ്പടിച്ചേ